ഹലോ. അപ്പോൾ ഇപ്പോൾ വന്നത് ഹാബിറ്റിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഹാബിറ്റ് ഡെയിലി ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നമുക്ക് ചേഞ്ച് വരുത്താം. നമുക്ക് അതിൽ എത്രത്തോളം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ഹാബിറ്റ് മാറ്റി നല്ലൊരു ഹാബിറ്റിലേക്ക്, അല്ലെങ്കിൽ നമുക്കൊരു ഹൈ ലെവലിൽ പ്രൊഫഷണലി നമുക്ക് നേടാൻ പറ്റുന്ന കുറേ കാര്യങ്ങളിലേക്ക് നമ്മൾ ഈ ഹാബിറ്റ് നല്ല രീതിയിൽ ഉപകാരപ്പെടും. അപ്പോൾ ഹാബിറ്റിനെ കുറിച്ചിട്ട് കുറച്ച് ലോങ് വീഡിയോ തന്നെയാണ്. നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാണ്ട് നല്ല രീതിയിൽ അതിന് മനസ്സിലാക്കി നല്ലൊരു അവയർനെസ് കൊടുത്തിട്ട് നമുക്ക് അതിൽ നിന്ന് നല്ലൊരു ഹാബിറ്റ് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടിപ്സ് കാര്യങ്ങൾ, അതിൻ്റെ ഒരു റൂട്ട് മാപ്പ് എങ്ങനെയാണെന്നും കൂടിയാണ് ഇപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ റൂട്ട് മാപ്പിൻ്റെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഹാബിറ്റ് ജസ്റ്റ് നമ്മൾ എന്തായിട്ട് അത് നോട്ട് ചെയ്യുക. നമ്മളെ ഹാബിറ്റ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മോർണിംഗ് തൊട്ടിട്ട് ഈവനിങ് നൈറ്റ് നമ്മൾ സ്ലീപ്പ് ചെയ്യുന്ന വരെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകുന്നുണ്ട്, നമ്മൾ കോൺഷ്യസ്ലി നമ്മൾ ചെയ്തു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ നൈറ്റ് ജസ്റ്റ് നോക്കാം, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെയാണോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ നല്ലൊരു അവയർനെസ് നമുക്ക് കിട്ടാൻ വേണ്ടി ജസ്റ്റ് എന്നത് ഒരു നോട്ട് ബുക്കിൽ ഹാബിറ്റ് എന്നുള്ളൊരു നോട്ട് ബുക്ക് നിങ്ങൾ എന്തായിട്ടും എടുക്കേണ്ടതുണ്ട്. ആ ഹാബിറ്റ് എന്ന നോട്ട് ബുക്കിൽ നിങ്ങൾ എടുത്തതിന് ശേഷം നിങ്ങൾ എഴുതാൻ തുടങ്ങുക. നിങ്ങൾ ഡെയിലി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്ന് നോട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മൈൻഡിൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ അതിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. ആ ഓരോ കാര്യങ്ങൾ ജസ്റ്റ് ആഡ് ചെയ്ത് നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 21 ഡേ നിങ്ങൾ കൺസിസ്റ്റൻസി ആയിട്ട് ഇങ്ങനെ ഹാബിറ്റ് നിങ്ങൾ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫഷണലി നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റിയ ബുക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ അറ്റോമിക് ഹാബിറ്റ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. അതൊരു കുറച്ചും കൂടെ സൈക്കോളജി, അല്ലെങ്കിൽ ആ ഒരു നമ്മളെ ഒരു മൈൻഡും കൂടെ കണക്റ്റ് ആകുന്ന ഒരു ബുക്കാണ്. അതും കൂടെ നമ്മൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നല്ല രീതിയിൽ അത് ഹെൽപ്ഫുൾ ആകുന്ന ഒരു സംഭവം തന്നെയാണ്. അതേപോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന സമയത്ത് ഞങ്ങൾ ഡെയിലി നമുക്ക് എന്താണ് ആഗ്രഹം, അല്ലെങ്കിൽ നമ്മൾ ഗോൾ സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ വേറൊരു വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗോൾ സെറ്റും കൂടെ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പർപ്പസ്, അത് ഇൻറ്റൻഷൻ, അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ലൈഫിൽ നല്ല ബിൽഡപ്പ്, നമുക്ക് നല്ല കുറച്ചും കൂടി പ്രൊഫഷണൽ ഹൈ ലെവൽ നമുക്കൊന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു പോകാൻ പറ്റുന്ന നമുക്കൊരു വേ, അതായത് ഒരു വഴി ഞങ്ങൾ കറക്റ്റായിട്ട് തുറന്ന് നമ്മൾ അതിനെ ഒന്ന് കുറച്ചും കൂടെ മോഡിഫൈ ചെയ്തിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രക്കും എളുപ്പമായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ലൈഫിൽ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും അത് നേടാനൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പം കൂടുതലായിട്ട് നിങ്ങളോട് ഞാൻ പറയാമെന്നുള്ളത്, ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് അതിൽ എന്താണോ ഞങ്ങൾക്ക് പോസിറ്റീവായിട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അതിൽ കിട്ടുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ നോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നും കൂടെ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു നോട്ട് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതിന് ശേഷം നമുക്ക് എത്രത്തോളം നമുക്ക് പറയാനും അല്ലെങ്കിൽ സംസാരിക്കാനും ഇങ്ങനെയെല്ലാം പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നമുക്ക് നമ്മൾ ഇംപ്ലിമെൻറ്റ്, ഇല്ലെങ്കിൽ അതിലൊക്കെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ അതിൽ നമുക്ക് റൈറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, അങ്ങനെ അതിലൊക്കെ നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ സ്ട്രക്ചറായിട്ട് നമ്മൾ തിരിച്ച് നമുക്ക് അതിലൊക്കെ ഇറങ്ങി നമുക്ക് ഏതിലാണോ വീക്കുള്ളത്, അല്ലെങ്കിൽ ആ വീക്ക് ഏതൊക്കെ തരത്തിലാണ് പോയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കറക്റ്റ് റിവേഴ്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിൽ നല്ല രീതിയിൽ ഇറങ്ങിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഡെയിലി ചെയ്യേണ്ടതുണ്ട്. ഇത്രമാത്രമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഡെയിലി ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യം നോട്ട് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൂടെ നൈറ്റ് സ്ലീപ്പിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ല, ഇന്ന ഓരോ കാര്യങ്ങളും ചെയ്തില്ല, മിസ്സായിട്ടുണ്ട്. അപ്പം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് ബാഡ് ഹാബിറ്റ് നല്ല രീതിയിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ പറ്റും, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് എല്ലാം നടക്കുന്നില്ല. 21 ഡേ നിങ്ങൾ കൺസിസ്റ്റൻസി ആയിട്ട് ഇത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഹാബിറ്റ് ഓരോ ഡേ നിങ്ങൾ ഹാബിറ്റ് കറക്റ്റ് നോട്ട് ചെയ്ത് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് അതിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഹാബിറ്റിൻ്റെ അടുത്ത എപ്പിസോഡും കൂടെ വരുന്നുണ്ട്. നിങ്ങൾ ഈ ഫസ്റ്റ് എപ്പിസോഡിൽ പറയുന്ന കുറച്ച് കാറ്റഗറി ഉണ്ട്, ജസ്റ്റ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, താങ്ക് യു.